പാകിസ്ഥാനിലെ 35 ദശലക്ഷം വരുന്ന ജനങ്ങളും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും കൊല്ലപ്പെടുമായിരുന്നു ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നില്ലെങ്കിൽ എന്നാണ് ഇപ്പോൾ ട്രംപ് ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാവിലെയാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചിട്ട് ഒരു പുതിയ നിരീക്ഷണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. താനാണ് ലോകത്തിലെ പല യുദ്ധങ്ങളെയും ഇല്ലാതാക്കിയ, യുദ്ധങ്ങൾ നിർത്തിവെപ്പിച്ച് സമാധാനം കൊണ്ടുവന്ന മിശിഹ എന്നാണ് ട്രംപ് ഏറ്റവും പുതിയ അവകാശവാദം നടത്തിയത്. അക്കൂട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൊല്ലപ്പെടുമായിരുന്നുവെന്ന്. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എടുത്താൽ, അതായത് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുമായിരുന്ന 35 ലക്ഷം ആൾക്കാർ എന്നോട് പറഞ്ഞു ഷഹബാസ് ഷെരീഫും കൊല്ലപ്പെടുമായിരുന്നുവെന്ന്. അതൊരു ഫിഗറേറ്റീവായിട്ടുള്ള ഒരു പ്രയോഗമാണ്. എന്ന് വെച്ചാൽ അത്ര പാകിസ്ഥാൻ 35 ലക്ഷം ആൾക്കാർ 3.5 ദശലക്ഷം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ബോംബിടാനോ വല്ലതും ശ്രമിച്ചാൽ ഇന്ത്യ അതിശക്തമായിട്ട് പാകിസ്ഥാനെ ആക്രമിക്കുമെന്നും, അങ്ങനെ പാകിസ്ഥാനിലെ 35 ലക്ഷം ആൾക്കാർ ഒറ്റ ബോംബിൽ തന്നെ കൊല്ലപ്പെടുമെന്നും, അങ്ങനെ കൊല്ലപ്പെട്ടാൽ അതോടൊപ്പം ഷഹബാസ് ഷെരീഫും കൊല്ലപ്പെടുമായിരുന്നുവെന്നുമാണ് ട്രംപ് പറയുന്നത്. അപ്പം ട്രംപ് പറഞ്ഞത് ഈ ആൾക്കാർ തന്നോട് പറഞ്ഞു ഷഹബാസ് ഷെരീഫും കൊല്ലപ്പെടുമായിരുന്നു എന്നാണ്. അതൊരു ഒരു ഫിഗറേറ്റീവ് യൂസേജ് ആണ്. അതായത് പിന്നെ ഈ മരിച്ചു പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ബോംബിട്ടാൽ മരിച്ചു പോകുമായിരുന്ന ആൾക്കാർ തന്നോട് പറഞ്ഞിരുന്നു ഇതിൽ, അതായത് അങ്ങനെ ഒരു സാധ്യതയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി ട്രംപിൻ്റെ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് ട്രംപ് ഇത്രയും കാലം ഇംഗ്ലീഷിൽ പറയാം ആംബിഗ്വസ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതായത് അത് വേണമെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടു, ഇന്ത്യയാണ് ആവശ്യപ്പെട്ടത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന രീതിയിലായിരുന്നു ആദ്യമൊക്കെ ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അവസാനത്തെ സ്റ്റേറ്റ്മെന്റിലൂടെ ട്രംപ് കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നിരുന്നെങ്കിൽ, അധികം വളച്ചുകെട്ടൊന്നും ഇല്ലാതെ പറയുവാണെങ്കിൽ ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ളവര് പാകിസ്ഥാനിൽ കൊല്ലപ്പെടുമായിരുന്നു. അത്ര ഗുരുതരമായ സ്ഥിതിയായി. കാരണം ഇന്ത്യയുടെ മിസൈലുകളെ തടുക്കാൻ പാകിസ്ഥാന് പറ്റുന്നില്ല എന്നുള്ളത് പിന്നെ മെയ് 7 തുടങ്ങിയ യുദ്ധം മെയ് 9 എത്തിയപ്പോൾ പാകിസ്ഥാൻ തിരിച്ചറിയുന്നത് ഇന്ത്യയുടെ ഒരൊറ്റ മിസൈലിനെ പോലും തകർക്കാൻ പാകിസ്ഥാന് പറ്റുന്നില്ല, ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് സ്വിറ്റ്സർലൻഡ് അടിസ്ഥാനം, ഞാൻ പിന്നെ തിങ്ക് ടാങ്കിന്റെ പേര് മറന്നുപോയി, ലോകത്തിലെ തന്നെ ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ഈ ഒരു പിന്നെ വസ്തുത പുറത്തു പറഞ്ഞിരുന്നു. അതായത് ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ ദയനീയമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ള വസ്തുത സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് പറഞ്ഞിരുന്നു. ഇത്രയും നാൾ അവര് കുറച്ച് പാകിസ്ഥാന്റെ മുഖം രക്ഷിക്കാനായിട്ടുള്ള കുറെ ശ്രമങ്ങൾ പാശ്ചാത്യ ലോകം നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ പാശ്ചാത്യ ലോകം ആ ശ്രമത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ അങ്ങനെയാണ്. കാരണം വെസ്റ്റേൺ കൺട്രീസിലെ പലപ്പോഴും അവർ കുറച്ച് നാള് ക്ലാസിഫൈ ചെയ്ത് വെക്കും സത്യം, അതായത് മൂടി വെക്കും. അത് കഴിഞ്ഞാൽ അവർ ഡീക്ലാസിഫൈ ചെയ്യും. അതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, പശുവും ചത്തും മോരിലെ പുളിയും പോയി എന്ന് നമ്മുടെ ഒരു മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഇനി പറഞ്ഞിട്ട് എന്താ കുഴപ്പമാണ്? ഒന്നുമില്ല. അപ്പൊ കാര്യം കഴിഞ്ഞു, ഇനിയിപ്പോ സത്യം പറയാം എന്നുള്ള സ്ഥിതിയിലെത്തി. അപ്പോഴാണ് ട്രംപ് കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നത്. അതായത് ഇപ്പോഴത്തെ പാശ്ചാത്യ നിരീക്ഷണം അനുസരിച്ച് പാകിസ്ഥാന്റെ ഏറ്റവും കുറഞ്ഞത് 8 വിമാനമെങ്കിലും ഇന്ത്യ തകർത്തിരുന്നു. ഒരുപക്ഷെ ഇന്ത്യക്ക് ആദ്യം 1-2 വിമാനങ്ങൾ പോയിരിക്കാം, ആദ്യത്തെ 1. അതൊരു തന്ത്രപരമായ പിഴവായിരുന്നു. എന്തെന്നാൽ ഇന്ത്യ യുദ്ധം വർദ്ധിപ്പിക്കാൻ, അതായത് ഇംഗ്ലീഷിൽ അതിന് എസ്കലേഷൻ എന്നൊരു വാക്കാണ്, ഇതിനൊന്നും സത്യം പറഞ്ഞാൽ കൃത്യമായ മലയാള വാക്കുകളില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ്. ഈ എസ്കലേഷൻ, വാർ എസ്കലേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരു സംയമനം പാലിച്ചാദ്യം. അതായത് പാകിസ്ഥാന്റെ കമ്മ്യൂണിക്കേഷൻ സെന്ററുകളെയോ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളെയോ, അതായത് റഡാറുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചില്ല, സൈനിക ക്യാമ്പുകളെ ആക്രമിച്ചില്ല. പകരം പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത്. അപ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തിരിച്ചാക്രമിക്കാൻ വന്നത്. ഇനി
നോക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായി ആദ്യം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അപ്പോൾ തന്നെ 8 തീയതി ഉച്ചയ്ക്ക് ശേഷം പാകിസ്ഥാന്റെ റഡാറുകൾ ഓരോന്നായിട്ട് തകർക്കാൻ തുടങ്ങി. പിന്നെ MQ-15 എന്ന് പറയുന്ന HQ-15 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം, മിസൈൽ പ്രതിരോധ HQ-9 ഇതെല്ലാം ചൈനീസ് സംവിധാനങ്ങളാണ്. ഇതെല്ലാം തന്നെ അവര് പിന്നെ നമ്മുടെ സൈന്യം തകർത്തു. അതായത് ഇന്ത്യൻ വ്യോമസേന ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, റഡാർ ഉൾപ്പെടെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എല്ലാം തകർത്തു. അങ്ങനെ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാന്റെ കൈവശമുള്ള പിന്നെ ചഗായ് കുന്നുകൾ, അവിടെ ആണവ ബോംബ് അവർ സൂക്ഷിച്ചിരിക്കുന്ന ബങ്കറുകളിലേക്കും ഇന്ത്യ മിസൈൽ വിട്ടു. അങ്ങനെ 2 ബ്രഹ്മോസ് മിസൈലുകൾ അവിടെ പതിക്കുകയും അതിന്റെ എൻട്രൻസ് കൃത്യമായിട്ട് ഈ പിന്നെ ബങ്കറുകളിലേക്കുള്ള എൻട്രൻസ് തകർത്തു എന്നുള്ളതാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചത്. അതായത് എൻട്രൻസ് തകർത്തു കഴിഞ്ഞാൽ ചെയ്യുന്നത് സാധാരണഗതിയിൽ വളരെ കൃത്യമായിട്ടാണ്. നമ്മൾ ഒരുപക്ഷെ കഥകളിലോ സിനിമയിലോ കാണുന്ന പോലാണ്. അതായത് ആദ്യത്തെ മിസൈൽ വന്നിട്ട് അതിന്റെ എൻട്രൻസ് തകർക്കും, രണ്ടാമത്തെ മിസൈൽ അതിനുള്ളിലേക്ക് കയറിപ്പോകും. അങ്ങനെ കയറുന്ന സ്ഥിതി എത്തിയപ്പോഴാണ് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത്. കാരണം പാകിസ്ഥാന്റെ ഈ ബോംബ് സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ അത് മേറ്റ് ചെയ്തിട്ടല്ല, ഫിസൈൽ മെറ്റീരിയലും രണ്ട് ഭാഗത്തായിട്ട് വെച്ചിരിക്കും. അങ്ങനെ മേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോംബുകൾ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കാം. ആ ബോംബുകൾ ലക്ഷ്യമാക്കി തന്നെ ആയിരിക്കാം ഇന്ത്യ മിസൈൽ പ്രയോഗിച്ചത്. ഇതാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചത്. നമ്മൾ ഈ ട്രംപിന്റെ പ്രസ്താവനയോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്താണ്, ചൈന പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ഇന്ത്യക്ക് നേരെ മിസൈൽ പ്രയോഗിക്കരുത്. പിന്നെ ഒരു 2 ദിവസമേ ആയിട്ടുള്ളൂ, ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ചർച്ച ചെയ്തതാണ്. പാകിസ്ഥാന്റെ വളരെ കൃത്യമായിട്ട് ചൈനയുടെ പിന്നെ ശ്രീലങ്കയിലെ മിലിറ്ററി അറ്റാഷെ ഒരു പരസ്യ പ്രസ്താവന നടത്തി. ഇന്ത്യ സിന്ധു നദിയുടെയും പോഷക നദികളുടെയും കുറുകെ ഡാം പണിയുകയാണ്, ഈ ഡാം മിസൈൽ അയച്ച് തകർക്കുമെന്ന് പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ കൃത്യമായിട്ട് ചൈന പാകിസ്ഥാനോട് പറഞ്ഞു, ഒരു കാരണവശാലും ഇന്ത്യയുടെ ഡാമുകൾക്ക് നേരെ മിസൈൽ പ്രയോഗിക്കരുത്, പ്രയോഗിച്ചാൽ അവർ ഒറ്റ അടിക്ക് നിങ്ങളുടെ 25 ഡാം ഉണ്ട് അത് ഒറ്റ അടിക്ക് തകർക്കും. അതായത് ഒരു 50 മിസൈല് അഗ്നി 3ഓ അഗ്നി 4ഓ മിസൈലോ മതി, അഗ്നി 5ഒന്നും വിടേണ്ട കാര്യമില്ല. ഇത്തരം ഒരു 50 മിസൈൽ ഒരുമിച്ച് ഇന്ത്യ വിടും, അതോടുകൂടി ഈ ഡാമുകളെല്ലാം തകരും, പാകിസ്ഥാനിൽ മുഴുവൻ പ്രളയമാവും. രണ്ടാമതൊരു കാര്യം പാകിസ്ഥാൻ അവരോട് പറഞ്ഞത്, ഇലക്ട്രോണിക് വാർഫെയറിൽ ചൈന പാകിസ്ഥാനോട് പറഞ്ഞത്, ഇലക്ട്രോണിക് വാർഫെയറിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. അതായത് ചൈന അതിൻ്റെ ഒരു കൃത്യമായ വിവരണം തന്നെ ചൈനീസ് മിലിറ്ററി അറ്റാഷെ നടത്തി. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ആദ്യം ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാന്റെ പവർ ഗ്രിഡ് നിശ്ചലമാവും. അതായത് പാകിസ്ഥാനിലെ ഇലക്ട്രിസിറ്റി സപ്ലൈ ഒരു ഇലക്ട്രോണിക് വാർഫെയറിലൂടെ ഇന്ത്യ നിശ്ചലമാക്കും. അടുത്തത് പാകിസ്ഥാന്റെ ഡാമിന്റെ ഗേറ്റുകളൊക്കെ തനിയെ തുറക്കും. ഈ ഡാമിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫിസിക്കലായിട്ടല്ല, ഒരാൾ പോയിട്ട് ഒരു ചക്രം ഇങ്ങനെ തിരിച്ച് കറക്കി അങ്ങനെ തിരിക്കുമല്ല ഡാമിന്റെ ഗേറ്റ് തുറക്കുന്നത്. അതൊരു ഇലക്ട്രോണിക് കമാൻഡിലൂടെയാണ് ഇപ്പോഴത്തെ ഡാമുകളുടെ ഒക്കെ പിന്നെ വാൽവുകൾ തുറക്കുന്നത്. അത് തുറക്കാൻ ഇന്ത്യക്ക് പറ്റും. അങ്ങനെ ഇലക്ട്രോണിക് വാർഫെയറിനെ പാകിസ്ഥാനെ നേരിടാൻ പറ്റില്ല. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് പോകരുതെന്ന് ചൈന പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് അതേ കാര്യം തന്നെ ഡൊണാൾഡ് ട്രംപും ആവർത്തിച്ചിരിക്കുകയാണ്. അതായത് പാകിസ്ഥാന്റെ ഉത്തമ സുഹൃത്തുക്കളായ ബോസം ഫ്രണ്ട്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഒക്കെ ചങ്ങായി എന്നോ എന്തോ ആ രീതിയിലുള്ള ഒരു ട്രാൻസ്ലേഷനാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ അത്തരം സുഹൃത്തുക്കളായ 2 രാജ്യങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു, നിങ്ങൾ ഇന്ത്യയുമായി യുദ്ധത്തിന് പോകരുത്, അങ്ങനെ നിങ്ങൾ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് പോകരുതെന്നൊരു സന്ദേശമാണ് കൊടുത്തത്. ചൈന അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മുഖത്ത് നോക്കി പറഞ്ഞു. അമേരിക്കയെ കുറച്ചുകൂടെ മറച്ചു വെച്ച് പറഞ്ഞു, അതായത് ഈ യുദ്ധം ഉണ്ടായിരുന്നെങ്കിൽ 35 ലക്ഷം ആൾക്കാർ, അതായത് 3.5 കോടി ആൾക്കാർ, 3.5 ദശലക്ഷം ആൾക്കാർ മരിക്കുമായിരുന്നു. അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ അതോടൊപ്പം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫും കൊല്ലപ്പെടുമായിരുന്നു. അതായത് പാകിസ്ഥാന്റെ നേതൃത്വ നിര, ഇസ്ലാമാബാദിൽ ഒരു ബോംബ് വീണാൽ അവർക്ക് ബങ്കറുകൾ പോലും അവിടെ കൃത്യമായിട്ടില്ല. ഇത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് നടത്തിയത്. ഒരുപക്ഷെ ഇത് പാകിസ്ഥാനുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാവാം. അതായത് ട്രംപ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച്, പാകിസ്ഥാൻ എന്തെങ്കിലും, അതായത് ഈ മാർച്ച് 31 ഷാപ്പൂർ കാണ്ടി എന്ന് പറയുന്ന അണക്കെട്ട് രവി നദിക്ക് കുറുകെ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. ഇനി ഒരൊറ്റത്തുള്ളി വെള്ളം രവി നദിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോവില്ല.
പാകിസ്ഥാൻ അവകാശപ്പെട്ട പടിഞ്ഞാറൻ നദികളായ പിന്നെ ജലം, ചെനാബ്, ഇൻഡസ് ഈ 3 നദികളിൽ നിന്നും 80% ജലമേ പാകിസ്ഥാൻ അവകാശപ്പെട്ടിട്ടുള്ളൂ നിയമപ്രകാരം. പക്ഷേ ഇന്ത്യ 90%-ലധികം ജലം അങ്ങോട്ട് ഒഴുക്കുന്നുണ്ട്. അതും നിർത്താൻ പോവുകയാണ്. ചെനാബിന് കുറുകെ ഡാം പണിയാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെയുള്ള അണക്കെട്ടുകളിലൊക്കെ ഡീസിൽറ്റിംഗ് നടത്തുകയാണ്. അതായത് അണക്കെട്ടിൽ നിന്നും മണൽ വാരുകയാണ്. അങ്ങനെ വരുമ്പോൾ അണക്കെട്ടുകളുടെ പൂർണ്ണശേഷിയിലേക്ക്, ഇന്ത്യയിലുള്ള അണക്കെട്ടുകളുടെ പൂർണ്ണശേഷിയിലേക്ക് ജലം നിറയും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള പാകിസ്ഥാന് നിയമപരമായിട്ട് അവകാശപ്പെട്ടതിൽ നിന്നും ഒരു തുള്ളി ജലം പോലും അധികം കിട്ടില്ല. ഈ വേനൽക്കാലം പാകിസ്ഥാനിൽ കനത്ത വരൾച്ചയായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ എന്തെങ്കിലും സാഹസം ചെയ്യാൻ മുതിരുമോ എന്നൊരു സംശയം ചൈനയ്ക്കും അമേരിക്കയ്ക്കുമുണ്ട്. അത് കാരണമാണ് ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇനി ഒരു യുദ്ധമുണ്ടായാൽ അത് പാകിസ്ഥാന്റെ സർവനാശത്തിലേക്കായിരിക്കും. ഇത് ചൈനയ്ക്ക് ശേഷം ട്രംപും ആവർത്തിച്ചിരിക്കാൻ. ഇതോടുകൂടി ഇന്ത്യയിൽ പ്രധാനമന്ത്രി മോഡിക്കെതിരെയുള്ള ഒരുപാട് വ്യംഗ്യവും ആയ ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്തിനായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ പരാജയമല്ലായിരുന്നോ? അതുകൊണ്ട് എന്തോ നേടി? നിങ്ങൾ എന്തോ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്ന മാന്യന്മാരൊക്കെ കേരളത്തിലുണ്ട്. ആ മാന്യന്മാർക്കുള്ള മറുപടിയാണ് ഡൊണാൾഡ് ട്രംപും ചൈനയും കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ അല്ല കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്തായിരിക്കും പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന ഡൊണാൾഡ് ട്രംപ് കൊടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അതായത് പാകിസ്ഥാനെ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും പൂർണ്ണമായിട്ടും സജ്ജമായിട്ടില്ല. കാരണം അത്ര കനത്ത ഗർത്തങ്ങളാണ് അവിടെ രൂപപ്പെട്ടത് ഇന്ത്യൻ ആക്രമണത്തിൽ. അതിപ്പം ജക്കോബാബാദ് ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ റാവൽപിണ്ടി ആണെങ്കിലും ശരി, എവിടെയാണെങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് അവിടെ ഓപ്പറേഷൻ സിന്ദൂർ ഒരുപക്ഷെ ഞാൻ വിലയിരുത്തുന്നത് ദക്ഷിണേഷ്യയിലെ ശാക്തിക സമതുലിതാവസ്ഥയെ എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു പവർ ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നു ദക്ഷിണേഷ്യയിൽ, സൗത്ത് ഏഷ്യയിൽ. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഇക്വിലിബ്രിയത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഇക്വിലിബ്രിയം മാറിയിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാന് വളരെ മുകളിലാണ് പല കാര്യങ്ങളും. പിന്നെ അതുപോലെ യുദ്ധത്തിന്റെ പഴയ കാലത്തെ യുദ്ധമല്ല ഇന്ന് മൊത്തം ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെയും ഉപഗ്രഹങ്ങൾ വഴിയും ഒക്കെയുള്ള യുദ്ധമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ചൈനയുടെ പിന്തുണ ആവശ്യമാണ്. അതില്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തായാലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പാകിസ്ഥാൻ നിലനിൽക്കാൻ വേണ്ടിയാണ് ചൈന സി ജിൻപിങ്ങും അതുപോലെ ഡൊണാൾഡ് ട്രംപും ഒക്കെ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒരു യുദ്ധം വരാൻ ചൈനയ്ക്കും താല്പര്യമില്ല. കാരണം ദക്ഷിണേഷ്യയിലെ ഒരു യുദ്ധം ചൈനയുടെ സമ്പദ്ഘടനയും ബാധിക്കും. അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിലും അതിൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. എന്തായാലും ശരി, അതാണ് ഈ പുതിയ പ്രസ്താവനകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന് ഞങ്ങളുടെ കയ്യിൽ അണുബോംബുണ്ട് എന്നുള്ള ഉമ്മാക്കി കാട്ടി ഇന്ത്യയെ ഇനി പേടിപ്പിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ആ കാലം കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. വീണ്ടും പുതിയ വിവരങ്ങളുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം.